ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എറൈസ്ഡ് പറഞ്ഞ ആനിമി സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. പിന്നെ ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു, നമുക്ക് വീക്കിലി 2 എപ്പിസോഡ് വിടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ദിവസം വിടും, അല്ലെങ്കിൽ ശനിയോ ഞായറോ ആയിട്ട് ഞാൻ വീഡിയോ വിടാൻ ശ്രമിക്കുന്നതാണ്. എപ്പിസോഡ് അവസാനിക്കുന്നത് ഐറിൻ്റെ വീട് തീയിൽ മുഴുവനായി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ ബോധം കെട്ടി വീഴുന്നതോടെയാണ്. കാര്യങ്ങൾ ഏറെ വഷളായിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് തുടങ്ങുന്നത് സഡോറോ എവിയുടെ കത്തിക്കൊണ്ടിരിക്കുന്ന വീടിൻ്റെ മുന്നിൽ നിൽക്കുന്ന ദൃശ്യത്തോടെയാണ്. ഒരു നിമിഷം പോലും മടിയില്ലാതെ അവൻ ഒരു സ്ത്രീയിൽ നിന്നും ഒരു ശീല വാങ്ങി വീട്ടിലേക്ക് ഓടിച്ചെന്നു എവിയെ രക്ഷിക്കാൻ. അവിടെ നിലത്ത് ബോധം കെട്ടി വീഞ്ഞിരിക്കുന്ന എവിടെ കണ്ടു. അവൻ എടുത്തുയർന്നു. കുറച്ചു സമയം കഴിഞ്ഞ് അവൾക്ക് ബോധം തിരികെ വരുന്നു. പക്ഷേ പിന്നെ അവളുടെ ഫോൺ അവൻ്റെ കയ്യിൽ വെച്ച് വീണ്ടും ബോധം കെട്ടി വീഴുന്നു. അപ്പോഴാണ് അവളുടെ മാനേജർ എത്തി സഡോറുവിനോട് ചേർന്ന് അവളെ താഴേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ അവൻ സഡോറുവിനോട് പറയുന്നു, പിന്നിലെ വാതിൽ വഴി ഇറങ്ങു പറയുന്നു. സഡോറോ അങ്ങനെ ചെയ്യുന്നു. പിന്നീട് സഡോറുവിന് മനസ്സിലാകുന്നു കൊലയാളി അടുത്തിടെയുണ്ടെന്ന്. അവൻ കണ്ടെത്താൻ താൻ കഴിവതും ചെയ്യണമെന്ന്. അവൻ അമ്മയുടെ പഴയ സഹപ്രവർത്തകനായ സവാദ, നമുക്കവനെ റിപ്പോർട്ടർ എന്ന് വിളിക്കാം, അവനെ ബന്ധപ്പെടുന്നു. അതേ ആളാണ് കയോ കാണാതായിരുന്ന ശേഷം സച്ചിക്കോ കണ്ടത്. റിപ്പോർട്ടർ, സഡോറുവിനെ കുറിച്ച് സംശയം ഒന്നുമില്ല. സച്ചിക്കോ പോലെയുള്ള പാവമായ ഒരു സ്ത്രീ രാക്ഷസനെ വളർത്തുകയില്ലായിരിക്കുന്നു എന്നതാണ് അവൻ്റെ അഭിപ്രായം. റിപ്പോർട്ടർ പറയുന്നു, സച്ചിക്കോ മരിക്കുന്ന ദിവസം തന്നെ അവൻ്റെ ഫോണിൽ നിന്ന് വിളിച്ച് കിഡ്നാപ്പിംഗ് പിന്നാലെ യഥാർത്ഥ പ്രതിയെ താൻ കണ്ടെത്തിയെന്ന് പറഞ്ഞതായിരിക്കുന്നു. അവൻ ഖേദത്തോടെ പറയുന്നു, അവളോട് പേര് ചോദിക്കാമായിരുന്നു. പിന്നെ റിപ്പോർട്ടർ സഡോറുവിനോട് കയോവിൻ്റെ കാര്യങ്ങൾ പറയുന്നു. മാർച്ച് 2-ാം തീയതി രാത്രി അവളുടെ അമ്മ അവളെ മർദ്ദിച്ച് കച്ചറമുറി തള്ളി നീക്കുന്നതാണ്, അതായത് ഗാർബേജ് റൂമിൽ. അവിടെ തന്നെയാണ് കൊലയാളി എത്തിയത്. അവളെ പിടിച്ച് ഫോട്ടോ എടുത്ത് ഒരു കമേർഷ്യൽ ഫ്രസിൽ അടച്ചു. അവളെ മരിച്ചതിന് ശേഷം അവളെ തിരിച്ചു ഗാർബേജ് റൂമിൽ തന്നെ വെച്ചത് തൻ്റെ കുറ്റം മറയ്ക്കാൻ കൊലയാളി തൻ്റെ ചെരുപ്പ് യുടെ വീട്ടിൽ വെച്ച് കൊലകുറ്റം അവൻ്റെ മേൽ ചുമത്തുകയായിരുന്നു. അതേസമയം എവി ഹോസ്പിറ്റലിൽ ബോധം വരുന്നു. പോലീസ് അവളെ കാവൽ നിൽക്കുന്നു. അവൾക്ക് തോന്നുന്നത് സഡോറോ അമ്മയെ കൊലപ്പെടുത്താൻ എവിയെ പ്രേരിപ്പിച്ചുവെന്ന്, പിന്നീട് അവളെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചുവെന്ന്. എവിക്ക് എല്ലാം കള്ളമാണെന്ന് അറിയാം, പക്ഷേ അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആരാണ് അവളെ വിശ്വസിക്കുക? പിന്നീട് അവൾ മാസികകൾ വായിക്കുമ്പോൾ ആരോ അവളെ തോളിൽ കൈവെക്കുന്നു. അയ്യോ, ഇനിയിപ്പം ചെയ്യാം. അതേസമയം സഡോറോ റിപ്പോർട്ടർ എല്ലാ സംഭവങ്ങളും പറയുന്നു. അവൾക്ക് തോന്നുന്നു, കൊലയാളി ഇങ്ങനെ സഡോറുവിനെ ലക്ഷ്യമിടുന്നുവെങ്കിൽ ആൾ സഡോറുവിനെ അറിയുന്ന ഒരാളായിരിക്കണം. തീർച്ചയായും സച്ചിക്കോ അയാളെ പരിചയമുള്ളതാവണം. റിപ്പോർട്ടർ പോകുന്നു ഐറിയ ചോദ്യം. സഡോറോ 18 വർഷം പഴക്കമുള്ള സംശയപ്രദമായുള്ള പട്ടികകൾ നോക്കുന്നു. അന്ന് പോലീസ് അന്വേഷണം നടത്തുമ്പോൾ സഡോറുവിൻ്റെ സുഹൃത്ത് ഹിറോമി പെൺകുട്ടികളെ പോലെ കാണപ്പെടുന്നതുകൊണ്ടാണ് കൊല ചെയ്യപ്പെട്ടതെന്ന് കരുതിയിരിക്കുന്നു. മറ്റു ഇരുവരും പെൺകുട്ടികളായിരുന്നതിനാൽ കൊലയാളിക്ക് കുട്ടികളെ അറിയില്ലെന്നായിരുന്നു നിഗമനം. പക്ഷേ സഡോറുവിനറിയാം, കൊലയാളി അതെല്ലാം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ചെയ്തതാണെന്ന്. അവൻ കുട്ടികളെ അറിയുവാനും നന്നായി പരിചയിക്കുവാനുമാണ്. പിന്നീട് റിപ്പോർട്ടർ
ആശുപത്രിയിൽ കയറി പോകുന്നു എവിയുടെ സംസാരിക്കാൻ. പക്ഷെ അവളുടെ അമ്മയായിരുന്നു കട്ടിലിൽ. എവി അമ്മയോട് എല്ലാം പറഞ്ഞിരുന്നു. അമ്മ പറയുന്നു, നിന്റെ അച്ഛനെക്കുറിച്ച് അന്വേഷണം നടത്തിയത് എനിക്ക് ഇന്നും ഖേദമാണ്. അതിനാൽ നീ മനസാക്ഷിയെ കേൾക്കൂ. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. അങ്ങനെ എവി ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെടുന്നു. സട്ടോറുവിനെ വിളിച്ച് പാലത്തിൻ്റെ അടിയിൽ കാണാം എന്ന് പറയുന്നു. സട്ടോറ പാലത്തിൻ്റെ അടിയിൽ എത്തി കാത്തിരിക്കുന്നു. കുറച്ചു സമയത്തിന് ശേഷം അവൻ സംശയിക്കുന്നു. പിന്നെ നടക്കാൻ തുടങ്ങുമ്പോൾ എവിയെ നേരിട്ട് കാണുന്നു. സട്ടോറ പറയുന്നു, നീ പോലീസിനെ വിളിച്ചു കൊണ്ടുവെന്ന് ഞാൻ അല്പം കരുതിയിരുന്നു. എവി ചിരിച്ചു പറഞ്ഞു, നീ അങ്ങനെ കരുതേണ്ടിയിരിക്കുന്നതാണ്. അവൾ ഇരുന്ന് സംസാരിക്കുന്നു. സട്ടോറ പറയുന്നു, തൻ്റെ ജീവിതം താൻ എഴുതിയ മാങ്ങയെ ഓർമ്മിപ്പിക്കുകയാണ്. അതിൽ ഗ്രിം റീപ്പർ തെറ്റിയ ഒരു കുട്ടിയെ കൊന്നുകളയുന്നു. ശേഷം തൻ്റെ തെറ്റ് ശരിയാക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ കൂടുതൽ ആളുകൾക്ക് ദോഷം സംഭവിക്കുന്നു. എവി പറയുന്നു, അതിലെ നിസാരമാണ്. ഗ്രിം റീപ്പർ പരമാവധി ശ്രമിച്ചു. അവൻ വിശ്വാസം വേണം. സട്ടോറ പറയുന്നു, നിന്നെ കണ്ടത് എനിക്ക് ഭാഗ്യമാണ്. അതോടെ ഇരുവരും ബ്ലഷ് അടിക്കുന്നു. പക്ഷേ അവരുടെ മനോഹരമായ നിമിഷങ്ങൾ കുറച്ചു നേരം മാത്രമേ നീണ്ടു നിൽക്കുന്നു. പോലീസ് എത്തി സട്ടോറുവിനെ അറസ്റ്റ് ചെയ്യുന്നു. അവർ എവിയെ രഹസ്യമായി പിന്തുടർന്നിരുന്നു. അവൻ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ എവി തൻ്റെ കാരണത്താൽ സട്ടോറുവിനെ കുടുങ്ങിയതാണെന്ന് കരുതുന്നു. പക്ഷേ സട്ടോറ പറയുന്നു, നീ തന്നെയാണ് ഞാൻ ഇപ്പോഴും പോരാടുന്നത്. നിന്റെ വിശ്വാസത്തിന് നന്ദി. അവനെ പോലീസ് കൊണ്ടുപോകുമ്പോൾ സട്ടോറ കുടനീതിയെ നിൽക്കുന്ന കുടയും ഷൂട്ടും ധരിച്ച മനുഷ്യനെ കാണുന്നു. അവനാണ് കൊലയാളി. ആ നിമിഷം നിൽക്കുന്നു മുകളിലൂടെ ഒരു നീല ശലഭം പറയുന്നു. അതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക. കോപ്പിറൈറ്റ് കിട്ടിയില്ലെങ്കിൽ വേഗം വിടാം. അപ്പോൾ പിന്നെ കാണാം. ബൈ.